അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇമാതിരി കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ ഗൈസ്. അപ്പം എന്താ പറയുക, ഈ കണ്ടതന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന്. അപ്പം നമ്മുടെ മിന്നുവിൻ്റെ മക്കളൊക്കെ അതാ ഇവിടെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. ഭയങ്കര വികൃതിയാണ് ഗൈസ്. മിന്നുവിൻ്റെ കഥ പറയുവാണെങ്കിൽ മിന്നു ഒരു വസ്തു കഴിക്കൂല. മക്കൾ കഴിച്ചതിൻ്റെ ശേഷമാണ് മിന്നു കഴിക്കാറ്. നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു പൂച്ചന. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിൻ്റെ വീട്ടിൽ അവർ വലയിട്ടിട്ട് മീനെല്ലാം പിടിക്കും, പുഴ മീനെല്ലാം പിടിക്കും. അപ്പം മിന്നുവിനിട്ട് കൊടുക്കും. മിന്നു അത് അമ്മാതിരി അതേപോലെ തന്നെ കടിച്ചിട്ട് ഇവിടെ അതാ അത് വലിയ മോളാണ്. ഈ 5 മക്കൾക്കും കൊണ്ടു കൊടുത്തിട്ട് അവരെ കഴിപ്പിക്കും. അതുപോലെ ഇന്നലെ വിഷു അല്ലേ, എന്നെയും ഉമ്മാനെയും അതിശയിപ്പിച്ചൊരു കാഴ്ചയാണ്. എന്താണെന്നറിയോ, അവർ കൊടുത്തതാണോ അല്ല അവിടുന്ന് എടുത്ത് വന്നതാണോ എന്നറിയില്ല. ഒരു വലിയതാ ഇത്ര വണ്ണമുണ്ട് പീസ് ചിക്കൻ കൊണ്ടാന്നിട്ട് ഇതാ. ഇതിനെ ഞാൻ പേരിട്ടത് സോനു എന്നാണ്. എൻ്റെ സോനുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സോനുവിനെ നമുക്ക് കിട്ടി. എല്ലാവർക്കും കൂടി കൊണ്ടുവന്നതാണ്. അത് സോനു തന്നെ തിന്നു. അപ്പം നോക്കിക്കേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. സോനപ്പാ, സോനു കർമ്മി, ഇതിനെല്ലാം എന്തെല്ലോ പേരിട്ടിട്ടുണ്ട് ഉമ്മ. മക്കളെ ഹൗ 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 ഹൗ. അപ്പം എന്താ പറയാ, നേരെ നമ്മുടെ റംബൂട്ടാന് പൂത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ പേരക്കെല്ലാം ഉണ്ടായി, കുറേ പറിച്ചു. കുരങ്ങ് 1-2 കൊണ്ടുപോയി. അങ്ങനെ അധികമൊന്നും കൊണ്ടുപോയിട്ടില്ല, അല്ല നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. മൊത്തം കാട് കയറി കിടക്കുകയാണ് ഗൈസ്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നോമ്പ് കഴിഞ്ഞതോടുകൂടി സമയമില്ല ഒന്നിനും. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്പലമൊക്കെ വിരിഞ്ഞു വാടുന്നുണ്ട്. അപ്പം ഇത് ഒരു 9:30-10 മണിയാകുമ്പോൾ വിരിയാൻ തുടങ്ങും. കൃഷിയെല്ലാം കണ്ട ഇപ്പം നിറയെ ചട്ടിയിലെല്ലാം ആവുന്നുണ്ട്. ഞാനിങ്ങനെ എന്താ പറയുക വിഷമിച്ചിരിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ. എല്ലായിടത്തും ഇത് നട്ടിട്ട് ചട്ടി നിറയെ ആവും. ഇവിടെ മാത്രം ഇങ്ങനെ നട്ട പോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ അതെ ഇവിടെയൊക്കെ നിറയെ ആവുന്നുണ്ട്. പിന്നെ ഇതിലിത് ഞാൻ നട്ട് കൊടുത്തിട്ടും കൂടിയില്ല. തന്നെത്താനെ എൻ്റെ സങ്കടം ഇവരറിഞ്ഞു കാണും അല്ലേ. അതുകൊണ്ട് ചെടിയെല്ലാം നല്ല ഉഷാർ തന്നെയാണ്. പക്ഷേ അങ്ങോട്ടുള്ള ചെടിയെല്ലാം മൊത്തം കാടായി കിടക്കുന്നുണ്ട്. അതെല്ലാം കാടെല്ലാം തെളിക്കാൻ ആരും കിട്ടുന്നില്ല. ഇനി ഞാൻ തന്നെ ടൈം കിട്ടുമ്പം കുറേശ്ശെ പറിച്ച് കളയണം. ഓർക്കിഡ് വിരിയാൻ പോകുന്നുണ്ട്. ഇത് ലൈറ്റ് വയലറ്റ് ആവാൻറ്റാന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അതെ ഇത് നമ്മൾ ബഡ് റോസ് ഞാൻ കമ്പ് കൊത്തിയിട്ട് ഇതിൽ നട്ട് കൊടുത്തതാണ്. അപ്പോൾ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് ഞാൻ മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, ചായപ്പൊടി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കും. ഇതേ കണ്ടില്ലേ ചെടിൻ്റെ കോലങ്ങളെല്ലാം മലസ്ട്രോമെല്ലാം ആകെ എന്താ പറയുക കോലടിച്ച കൊമ്പ് എന്നെല്ലാം പറയൂലേ, അതുപോലെ ആയി. മാഷാഅല്ലാഹ് എന്നാലും ഇപ്പം കുറച്ച് ഉഷാറായി വരുന്നുണ്ട്. എല്ലാം മൊത്തം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണങ്ങിയതൊക്കെ കൊമ്പൊക്കെ മാറ്റി ഇപ്പം അതിൻ്റെ അടിവശത്തു നിന്നെല്ലാം കിളുത്ത് വരുന്നുണ്ട്. ഈ ചെടി ഉണ്ടല്ലോ കുരങ്ങ് തിന്ന് പോയതാ. കുരങ്ങ് വിചാരിച്ചിട്ടുണ്ടാവും ഇത് കരിമ്പാ മാറ്റാന്ന്. അപ്പോൾ ഇതിൻ്റെ തണ്ടിനെല്ലാം വെള്ളം കാണുമല്ലോ, അങ്ങനെ കുരങ്ങ് നാശാക്കി പോയതാണ്. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. റോസ് ബൊഗൻവില്ലൊക്കെ പൂവെല്ലാം കുറഞ്ഞ് വരുന്നുണ്ട്. സീസൺ കഴിയാറായല്ലോ. ചെത്തി വിരിഞ്ഞു, കുറേ വിരിയാനുണ്ട്. ഒന്നും നോക്കണ്ട, മൊത്തം കാടാണ്. നമ്മുടെ മെയ് മാസ റാണിതാ
മുട്ടിടുന്നുണ്ട് ബിരിയാണി വേണ്ടി. എല്ലാം അടുത്താഴ്ച ക്ലീൻ ചെയ്യണം ഇൻഷാ അല്ലാ. അവിടെ ചക്ക വീണ് കിടപ്പുണ്ട് കെട്ടിട്ട് കണ്ടില്ലേ. അപ്പോൾ അതേ നമ്മുടെ പുളി, മറ്റേ എന്തോ ഒരു പുളിയില്ലേ, ചിലിമ്പിപ്പുളിയാ അങ്ങനെ എന്തോ പറയില്ലേ, അത് കായ്ച്ചിട്ടില്ല, കായ്ക്കാറായി. പിന്നെ അനാറ് നിറയെ പൂവിട്ടു, ആ പൂവെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയി. പിന്നെ അതെ നമ്മളെ അബിയു ഗ്രോ ബാഗിൽ നിന്ന് നിലത്ത് മണ്ണിൽ നട്ട് വെച്ചു. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിയില്ല. ഇതാരാണ് ചെയ്തതെന്നറിയോ? ഇതാണ് പന്നി ചെയ്തതാണ്. ഈ പാറ കളിച്ചിട്ട് തരാനായിരിക്കും. പാവം പന്നി വിചാരിച്ചിട്ടുണ്ടാവും ഇവർക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ആയിക്കോട്ടെ, ഇവിടെ എന്തെങ്കിലും നട്ട് വെച്ചോട്ടെ എന്ന് വെച്ചിട്ട് പന്നി ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമുക്ക് കണ്ടറിയാം മൊത്തം അവിടെയൊക്കെ പാറയുണ്ട്. അതെല്ലാം കളച്ചിട്ടാന്നുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. പന്നി ഉപദ്രവിക്കുന്നുണ്ടല്ലോ എന്ന് പന്നിക്കൊരു തോന്നലുണ്ടാവും. അപ്പം ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവിടെ എല്ലാം എന്തെങ്കിലും നട്ട് വെക്കാമല്ലോ. അപ്പം നമ്മൾ നട്ട് വെച്ചാൽ അവർക്ക് വന്നിട്ട് സാപ്പിട്ടിട്ട് പോവുകയും ചെയ്യാമല്ലോ. അതിനായിട്ടായിരിക്കും. ഇനി നമുക്ക് നേരെ ടെറസിൻ്റെ മുകളിലോട്ട് പോവാം. നമ്മുടെ ചക്കയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ചക്കയെല്ലാം ഉണ്ട്. പറിക്കാനൊന്നും കഴിയൂല, ആരുമില്ല പറിക്കാൻ. എന്താ പറയുക, തോട്ടിയെല്ലാം കൊണ്ട് പറിക്കണം. പറിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറിച്ചോളൂ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ചക്ക ഇല്ലാത്തവർ വന്നിട്ട് പറിച്ചോളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് പോവാം. അതേ ഞാൻ നേരെ ടെറസിൻ്റെ മുകളിൽ കയറി ഗൈസ്. വേണ്ടില്ലേ, ഇവിടെ നമ്മളെ ചേമ്പൊക്കെ നല്ല പൊളച്ചിരിക്കുകയെന്ന് പറയില്ലേ, അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ടുണ്ട് ചേമ്പ്. മധുരക്കിഴങ്ങ്, അതായത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടായി, കുറേ പറിച്ചു, എല്ലാം ഉണ്ടായി കഴിഞ്ഞു. ഇനി രണ്ടാമതും ഉണ്ടാവണം അത്ര. പയറ്, ഇവിടെ ചേമ്പ്, പച്ചമുളക് ഇനിയും കുറേ പറിക്കാനൊക്കെ ബാക്കിയുണ്ട്. പിന്നെ വെറുതെ പറിച്ചിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് അവിടെ തന്നെ വെക്കുന്നു. പിന്നെ വെണ്ട, പച്ചമുളക് ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ മാവ് ഈ കൊല്ലം പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരൊറ്റ മാങ്ങയില്ല. കഴിഞ്ഞ വർഷം നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം മാവ് വിചാരിച്ചിട്ടുണ്ടാവും ഈ വർഷം ഇവരങ്ങനെ കഴിക്കണ്ട. അപ്പം എന്താ പറയുക, ദേ നമ്മുടെ റംബൂട്ടാൻ നോക്കിക്കെ, കാണുന്നുണ്ടോ? നിറയെ പൂത്തിട്ടുണ്ട്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സൂമാക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇനി സൂമാവില്ല, ഇനി ഇത്രയും സൂമാവും. ഓക്കെ, നിറയെ പൂത്തിട്ടുണ്ട് മാഷാ അല്ലാ. പേരക്കെല്ലാം ഉണ്ടായി കഴിഞ്ഞു. ഇനി രണ്ടാമതും ഉണ്ടാകുന്നുണ്ട്. ചക്ക നോക്കിക്കേ, ചക്ക ഇവിടെയുണ്ട്, ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഈവനിങ് വ്ളോഗ് കൂട്ടുകാർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.